എക്സൈറ്റഡ് ആയിട്ടാണ് ഈ വ്ളോഗ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീസൺ വേറെ ഒന്നുമില്ല, ഞങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാനാണ് നമ്മൾ വന്നത്. 3 മിനിറ്റ് നമ്മൾ ബസ് വരും. ബസ്സും കയറി ഈ 2 സാധനം ബില്ലടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം. അവരിൽ കഴിക്കാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. അവരെല്ലാം കൂടി നമുക്ക് കഴുകി ഇവിടെ കമിഴ്ത്തി വെച്ചിട്ട് പോകുന്നുണ്ട്. ബാക്കി നമുക്ക് നാളെ ഗ്രില്ലിങ് ഒക്കെ പോകാൻ വേണ്ടി അടിപൊളി സാധനമാണിത്. 27 ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ വ്ളോഗ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഒരു സൺറൈസിൻ്റെ ടൈം ആയിട്ടേ ഉള്ളൂ. നമ്മുടെ അപ്പുറത്ത് ബിൽഡിങ്ങിൻ്റെ ഗ്ലാസ്സിൽ കണ്ടോ സൺറൈസ് ആവുന്നതിൻ്റെ ആ ഒരു ലൈറ്റ് അടിക്കുന്നത്. എക്സൈറ്റ്മെൻറ്റ് റീസൺ വേറെ ഒന്നുമില്ല, ഞങ്ങൾ നാളെ നാട്ടിൽ പോവാണ്. കണ്ടില്ല, ബാക്കിൽ പെട്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റായിട്ടില്ല, കുറച്ചുകൂടെ പരിപാടിയുണ്ട്. ആക്ച്വലി ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ഒരു 6-7 മാസം മുന്നെയാണ് നാട്ടിൽ പോയിട്ട് വന്നത്. പക്ഷേ ഞങ്ങൾക്ക് വീണ്ടും നാട്ടിൽ പോയിട്ട് ഒരു ചെറിയ ആവശ്യം വന്നു. ആവശ്യം വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ഫാമിലിയിൽ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണമാണ്. സോ ആ കല്യാണം കൂടണം, കൂട്ടത്തിൽ ഇപ്രാവശ്യത്തെ എക്സ്ട്രീം ഇൻട്രോ ഒന്ന് സ്കിപ്പ് ചെയ്യണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കെന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. എനിക്കൊന്നും വരുന്നില്ല ആക്ച്വലി എക്സൈറ്റ്മെൻറ്റ് കാരണം. ഞാൻ രാവിലെ എണീച്ച് ഫ്രഷൊക്കെ ആയിട്ടായിരിക്കുന്നത്. ഇതെന്താ ഇതിൻ്റെ കയ്യിൽ കൊണ്ടുപോയി ഭയങ്കര ആക്ഷൻസ് വരുന്നില്ലേ. സോ ഇനി നമ്മുടെ സ്ഥിരം ലാസ്റ്റ് ഡേ ക്ലീനിങ്, പാക്കിങ്, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇല്ലേ, ഇൻക്ലൂഡ് ആവുന്ന ഒരു വീഡിയോ ആണ് ഈ വ്ളോഗ്. ആൻഡ് ഷോപ്പിംഗ് ക്ലിപ്സും കൂടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിച്ചായോ. ഷോപ്പിംഗ് എന്ന് കരുതുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അടുത്തൊക്കെ കുറേ ഷോപ്പിംഗ് വ്ളോഗ് ആയല്ലോ എന്ന്. അതെ, ആ ഷോപ്പിംഗ് വ്ളോഗ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ പോകുന്ന പ്രമാണിച്ചിട്ടായിരുന്നു. പക്ഷെ നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ലല്ലോ നമ്മൾ നാട്ടിൽ വരികയാണെന്ന്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ വരുമെന്ന് അവർക്കറിയാം. പക്ഷെ നമ്മൾ എന്നാണ് വരുന്നത്, എപ്പോഴാണ് എത്തുന്നതെന്നതിനെ കുറിച്ച് ഒരു ഐഡിയ 2 വീട്ടുകാർക്കും ഇല്ല. ഈ പ്രാവശ്യത്തെ ട്രാവൽ ഇച്ചിരി അധികം ഹെക്റ്റിക്കാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ട്രാവൽ വ്ളോഗിൽ പറയാം, അല്ലെങ്കിൽ എനിക്ക് അതിൽ പറയാനൊന്നും കാണില്ലല്ലോ. സോ ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. നിങ്ങൾ ആ ക്ലിപ്പിംഗ്സ് ഒക്കെ കണ്ടിട്ടായോ. നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഞങ്ങൾ നാട്ടിൽ പോയതിന് സേഫ് ആയതിന് ശേഷമായിരിക്കും കാണുന്നത്. സോ മിക്കവാറും കുറച്ച് ഡിലേ വരും ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ആവാൻ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്ന പ്രമാണിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ സ്റ്റോറിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കെൻഡ് പോയപ്പോൾ നമ്മളത് മേടിക്കാൻ മറന്നുപോയി. സോ നമുക്കതൊന്ന് പോയി മേടിച്ചിട്ട് വരാം. രാവിലെ ഒരു 10 മണി അവിടെ കടകളൊക്കെ തുറക്കുമ്പോൾ നമുക്ക് 2 കടയിൽ പോകണം. ലിഫ്റ്റിൽ നിന്ന് പുറത്താനായിട്ട് എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. സോ നമുക്ക് 2 കടയിൽ നിന്ന് പോയി സാധനങ്ങൾ മേടിക്കണം. ആൻഡ് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഞാൻ ഫസ്റ്റ് കടയിൽ നടന്നു പോയി സാധനം മേടിക്കാമെന്ന് ചോദിച്ചു. 2 നടന്ന് ഈ തണുപ്പത്ത് പോയാൽ എൻ്റെ കിളി പോവും. സെക്കൻഡ് സ്ഥലത്ത് നമുക്ക് ബസ്സിൽ പോവാം. ഇവിടെ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയിട്ട് അങ്ങോട്ട് പോകാൻ എനിക്ക് ഒരുപാട് സമയം എടുക്കും. അയ്യോ, തണുപ്പ് കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല. ആ കാണുന്ന യെല്ലോ ബിൽഡിംഗ് ഇവിടുത്തെ ഒരു ഹോട്ടലാണ്. സോ നമ്മൾ ഏകദേശം എത്താറായി. ആ ഒരു സൈൻ ബോർഡിൽ ക്രാക്കോ എയർപോർട്ട് എന്ന് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം. ഒരാഴ്ചക്കകത്ത് നമ്മൾ അങ്ങോട്ട് പോകും. അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ കട. ഹാർഡ്ലി ഒരു 5 മിനിറ്റ് കൂടെ നടക്കണം നമുക്ക്. നമ്മൾ ഇപ്പോൾ പോകുന്നൊരു കോസ്മെറ്റിക് കം മെഡിക്കൽ ഷോപ്പൊന്നും പറയും. സീക്കുഡർമ എന്നാണ് എൻ്റെ പേര്. ഞാൻ എൻ്റെ കുറച്ച് സ്കിൻ കെയർ സാധനങ്ങൾ അവിടെ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതാണ് ആദ്യം നമ്മൾ മേടിക്കാൻ പോകുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാനാണ് നമ്മൾ വന്നത്. ആൻഡ് ഇനി നമുക്ക് നേരെ പോകണം, ആർക്കയിലോട്ട് പോകാം. ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ വന്നെത്തിയിട്ടുണ്ട്. ആൻഡ് ഇത് ഇവിടുത്തെ വേറൊരു ചേർച്ചാണ്. 3 മിനിറ്റ് നമ്മൾ ബസ് വരും. ബസ്സും കയറി ട്രാം പിടിച്ച് നമുക്ക് പോവാം. ബസ് ആ ട്രാഫിക്ക് പെട്ട് കിടപ്പുണ്ട്, ദോ വരുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് അറിയുന്ന റൂട്ടാണ്. നമ്മൾ അടുത്ത ട്രാം ഓടിക്കണം, പിന്നെ വീണ്ടും ഒരു ബസ് ഓടിക്കണം. അയ്യോ, നമ്മുടെ ട്രാം ഇതാത്തി. രാവിലെ 9:30 വന്നിട്ടും മോളിൻ്റെ അകത്തുള്ള തിരക്കാണിത്. കടകളൊന്നും തുറന്നിട്ടില്ല. നമുക്ക് എന്നാൽ ആദ്യം ഓഷനിൽ പോവാം. എന്തായാലും നാട്ടിൽ പോകുന്നതുകൊണ്ട് ഇതിൽ കൂടെ തന്നെ ഇപ്രാവശ്യം ഈ ഒരു ഡ്രസ്സിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓഷൻ എന്നുള്ള പരിപാടി കഴിഞ്ഞിട്ട് ഇന്ന് ആദ്യം നമുക്ക് സെൻസ് ഇപ്പം കഴിഞ്ഞ വീക്കെൻഡ് വന്നിട്ട് നമ്മൾ മേടിക്കാൻ മറന്നുപോയി. അതാണ് നമ്മൾ ഇന്ന് വന്നത്. പക്ഷേ സിൻസിൽ പോയി നമുക്ക് നമ്മുടെ കൊറിയർ കളക്ട് ചെയ്തിട്ട് ഒന്ന് പ്രൈമാർക്കിലൂടെ കയറണം, പിന്നെ പെപ്കോയിലും. രാവിലെ ഒന്നും ഒരു ഒറ്റ മനുഷ്യക്കുഞ്ഞി പോകത്തില്ല എന്നെനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ ആൾക്കാർ നല്ല രീതിയിലുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ കൗണ്ടർ അവിടെ. ഇറങ്ങി ഇനി നമുക്ക് നേരെ പ്രൈമാർക്കിലോട്ടുകൂടെ ഒന്ന് പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകാം. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. സോ ഇനി നമുക്ക് കിടന്ന് കറങ്ങണ്ട. ഈ 2 സാധനം ബില്ലടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു.
കളക്ട് ചെയ്യാനായിരുന്നു പോയത്. സോ അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഞാൻ വെച്ചാൽ വീട്ടിലോട്ട് പോവാണ്. ബാക്കി എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ഇത് ക്ലബ്ബിൽ, അല്ലെങ്കിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ കാട്ടി പോകുന്ന വീഡിയോ ആയിരിക്കും. തണുപ്പുണ്ട്, പ്രോപ്പർലി കവർ ചെയ്ത് ഞാൻ കയ്യൊറൊക്കെ ഇട്ട്, അല്ലാതെ രക്ഷയില്ല, കൈ പുറത്തിട്ട് നടക്കാൻ വയ്യ. നമ്മൾ മുഖത്ത് കാറ്റടിക്കൂലേ, ഞാൻ ഇങ്ങനെ കവർ ചെയ്യുന്ന ആ ഒരു സാധനം എടുത്തില്ല. അപ്പോൾ നമ്മൾ മൂക്കിലൊക്കെ തണുപ്പടിക്കുന്നുണ്ട്, മൂക്കൊലിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾ നടക്കുന്നത്, ആൾക്കാരൊക്കെ നോക്കുന്നത്. നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. സോ പെട്ടെന്ന് ഞാൻ നടന്ന് വീടെത്തട്ടെ. അവർ രണ്ടുപേരും നല്ല ഉറക്കമാണ്. അതാണ് ഞാൻ രാവിലെ തന്നെ ഇറങ്ങി. അത് പിണാർക്ക് റെയിൽവേ സ്റ്റേഷൻ ക്രോസൊക്കെ ചെയ്ത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ എപ്പോഴും കാണിച്ച് വെറുപ്പിക്കുന്നില്ല. എൻ്റെ മിക്ക വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഞാൻ ഈ വീട്ടിലോട്ട് പോകുന്ന വഴി. മുഖമൊക്കെ ഫ്രീസ് ആയതുപോലെ. പക്ഷെ നമ്മളെ വീടെത്തി, മിക്കവാറും ഇതിനെ കൂട്ടം എണീച്ച് കാണും. നിങ്ങൾ കണ്ട് കുട്ടി ഷോപ്പിംഗ് വീഡിയോസ് അത്രയും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഷോപ്പിംഗ് ആയിരുന്നു അത്. ഇനി നമുക്ക് വേറെ ഷോപ്പിംഗ് ഉണ്ട്, ഇന്നുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും നാളെ കൊണ്ടുപോകാനുള്ള കുറച്ച് സ്നാക്സൊക്കെ മേടിക്കണം. ആൻഡ് നമുക്ക് റീചെക്ക് ചെയ്യണം ഈ ഒരു ലിസ്റ്റിൽ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും മിസ് ചെയ്തോ എന്നൊക്കെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ മിസ്സൊന്നും ചെയ്തില്ല, ബട്ട് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് ക്രോസ് വെരിഫൈ ചെയ്യാം, നമ്മളെല്ലാം എടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ അവിടെ ഒരു ലിസ്റ്റ് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ആ ഗ്ലാസ് വേസ്റ്റൊക്കെ കൊണ്ട് കളയാൻ വേണ്ടി റെഡിയായി എണീച്ചപ്പോൾ ഒരാൾ ഉറക്കമൊക്കെ എണീച്ച് വന്നത്, ഇനി അവർ സെറ്റിൽ ഡൗൺ ചെയ്താലേ എനിക്കിത് കൊണ്ട് കളയാൻ പറ്റും. അങ്ങനെ ഇതിർക്കുട്ടനെ നിൽക്കാനെ ലഭിച്ചിട്ട് ഞാൻ ഈ കാണുന്ന ഗ്ലാസ് വേസ്റ്റ് എല്ലാം കൂടെ കളയാൻ ഇറങ്ങി. സോ നമുക്കിതുകൊണ്ട് കളഞ്ഞ് 1-2 സാധനങ്ങൾ എനിക്ക് ഫൈനലായിട്ടൊന്ന് മേടിക്കാനുണ്ട്, അതും കൂടെ മേടിച്ചിട്ട് തിരിച്ചു തരാം. ഞാനവിടെ വീട്ടിനകത്തിരുന്നപ്പോൾ എന്തൊരു വെയിലായിരുന്നു. ഇപ്പോൾ ഇതാ പുറത്തിറങ്ങിയപ്പോൾ മഴ. സോ നമ്മൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. നമുക്കിത് കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാം. തണുപ്പ് ഇന്ന് വലിയ രീതിയിലില്ല. ഇന്ന് ഇപ്പോൾ ടെമ്പറേച്ചർ 4 ഡിഗ്രി ഉള്ളൂ. സോ വേറെ കുഴപ്പമൊന്നുമില്ല. മഴ മിക്കവാറും മഞ്ഞ് പെയ്യാനാണ്. സോ ആ കാണുന്ന ഒരു പച്ച വേസ്റ്റ് ബിൻ്റെ അകത്താണ് നമ്മളുകൊണ്ട് ഇതിടുന്നത്. സോ ഞാനിത് ഇടട്ടെ. ഗ്ലാസ് വേസ്റ്റൊക്കെ കളഞ്ഞു. ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പെപ്കോയിലോട്ടാണ്. ആക്ച്വലി പെപ്കോ തുറക്കാൻ ഇനി സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കോഫ്ലൈനിൽ ആദ്യം പോകും. നാളത്തേക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിക്കാൻ ഇത്രക്കുട്ടിന് കൊടുക്കാൻ വേണ്ടി. അയ്യോ തണുപ്പില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ, എനിക്ക് തണുപ്പിടിച്ചിട്ട് സംസാരിക്കാൻ വയ്യ. സോ നമുക്കതൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. അതും മഴ അങ്ങോട്ട് കടുത്താൽ പിന്നെ പാടായിപ്പോൾ എനിക്ക്. ഞാൻ പിന്നെ വയ്യാതായിപ്പോൾ നാളെ ട്രാവലിൻ്റെ ഇടയിൽ. സോ ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നിങ്ങളൊക്കെ കാണിച്ച് ഞാൻ വെറുപ്പിക്കാൻ പോകുന്നില്ല. അങ്ങനെ നമ്മളിതാ കോഫ്ലൈനിലെത്തി. കുടയും കൊണ്ട് വന്നിട്ട് ഞാൻ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇടുന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ദെൻ പെപ്കോയിൽ പോകാം, എന്നാലേ പെപ്കോ തുറക്കൂ. ഇവിടെ കയറുമ്പോൾ തന്നെ ഈ ഒരു കടയിൽ നല്ല കിടിലൻ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ഇതിർക്കുട്ടിന് വേണ്ടി കുറച്ച് മുന്തിരി മേടിക്കാം. നമുക്കിനി ലേ ഓവറിൽ കഴിക്കാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ്സ് എന്തെങ്കിലും മേടിച്ച് വയ്ച്ചിരിക്കാം കയ്യിൽ. നല്ല ബാഗാണ്, നമുക്ക് ഇത് കുറച്ചെടുക്കാം. ഹേസൽനട്ട് ഫ്ലേവറും പിന്നെ ഈ കാണുന്ന ക്രാൻബെറി. ഓഫ്ലൈനിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് നമുക്കിനി പെപ്കോയിലോട്ട് പോകാം. അവിടെ നിന്ന് ഇതിർക്കുട്ടിനുള്ള സാധനം മേടിച്ച് നമുക്ക് പോകാം. സോ ഇതാണ് നമ്മൾ ആ മേടിച്ച ബാർ. ഇത് യോഗട്ട് ഫ്ലേവറാണ്. ആൻഡ് നമുക്കിത് കഴിച്ച ശേഷം നേരെ പെപ്കോയിൽ പോകാം. മഴ നല്ല രീതിയിൽ ഇപ്പോഴും ഉണ്ട്. ശരിക്കും എനിക്ക് വൈകിട്ട് വീണ്ടും ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ മതിയായിരുന്നു. ബട്ട് ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് ഇരുട്ട് പെട്ടെന്ന് വരുമല്ലോ. സോ വെട്ടം നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ കയറാൻ. സോ നമ്മളിതാ പെപ്കോയുടെ അവിടെ എത്തി. ഞാൻ കയറിയിട്ട് ആ കണ്ടെയ്നർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ടെയ്നർ. സോ നാളെ ഇതിലാണ് നമ്മൾ ഇതിർക്കുട്ടിന് വേണ്ടി ഫുഡ് കൊണ്ടുവന്നത്. ചൂട് നിൽക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം നിൽക്കുമെന്ന് നാളെ അറിയാം. അടുത്ത് നമ്മുടെ ഇതിർക്കുട്ടിന് ഈ ഒരു സ്പെയർ കുപ്പിയും കൂടെ നമുക്ക് മേടിക്കാം. ട്രാവലിംഗ് സമയത്ത് ആവശ്യമാണ്. സോ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയി ചായയൊക്കെ ഇട്ട് കുടിക്കാം. ഞാൻ നേരത്തെ ചായ കുടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഞാൻ ചായ കുടിക്കാൻ നിന്നില്ല. ഞാൻ നേരെ കുറച്ച് ഗ്ലാസിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഡിസ്പോസ് ചെയ്യാൻ പോയി. കൂട്ടത്തിൽ ഞാനൊന്ന് കടയിലും കൂടെ കയറിയായിരുന്നു കുറച്ച് സ്നാക്സ് മേടിക്കാൻ. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം, ഒതുക്കി അങ്ങ് വയ്ക്കാം. രാവിലെ നമ്മളൊരു എന്താ പറയുന്നത് ഒരു 8 o'clock ഇവിടെ നിന്ന് ഇറങ്ങും. കാരണം നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് 10 മണിക്കാണ്, 10:10 സോ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റോളം. ആൻഡ് നമ്മളപ്പോഴത്തേക്ക് എത്തും എയർപോർട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചായയൊക്കെ കുടിച്ച് സെറ്റായിരിക്കും. ആൻഡ് നമുക്ക് വെബ് ചെക്കിനും ചെയ്യാനുണ്ട് എൻ്റെ കൂട്ടത്തിൽ. സോ നമുക്കിന്ന് ലഞ്ചിനായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അസ്പാരഗസും കൂടെ
കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനി ചിക്കൻ ലഞ്ചായിട്ട് അടിക്കാം. അതാകുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലെ ചിക്കൻ്റെ സ്റ്റോക്ക് ഫുള്ള് തീരും. സോ നമ്മളങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു. ഞാൻ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോവാണ്. എൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് അവിടെ കൊടുക്കാൻ. എനിക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നാൽ അതിൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ കൊറിയർ ചെയ്ത് തരാൻ വേണ്ടി നമുക്കത് ഓടിപ്പോയി കൊടുത്തിട്ട് വരാം. ഇത്തിരിക്കുട്ടൻ കാണാതെയാണ് വീണ്ടും ഞാൻ ഇറങ്ങിയത്. എന്നിട്ട് വന്നിട്ടാണ് നമ്മുടെ ലാസ്റ്റ് റാപ്പിംഗ് അപ്പും എല്ലാം പിന്നെ ഒന്ന് കുളിക്കലും ഒക്കെ പരിപാടി നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. ആകാശത്തോട്ട് ഫ്ലൈറ്റ് പോകുന്ന കാണുമ്പോൾ നാളെ നമ്മളും ഈ സമയത്ത് നമ്മൾ ജർമ്മനി ലേവറിലായിരിക്കും. എന്നിട്ടൊരു മണിക്കൂറോടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സെക്കൻഡ് ഫ്ലൈറ്റ്. നിങ്ങൾക്ക് എന്തായാലും ഒന്നും കാണില്ല, ഓൾറെഡി ഇരുട്ട് വീണു. സോ ഞാൻ ഓടിപ്പോയി കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. സമയം വൈകിട്ട് 4:30 കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് ഇരുട്ടാണിത്. ടെമ്പറേച്ചർ ഇന്ന് കമ്പാരിറ്റീവ്ലി നല്ല ടെമ്പറേച്ചറാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സോ ഇനി കുറച്ചും കൂടെ നടക്കാനുണ്ട് ജോമോളുടെ വീട്ടിലോട്ട്. അവിടെ കൊണ്ട് ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് തിരിച്ചു വരാൻ. സോ നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പോയി കൊടുത്തിട്ട് വന്നു. അതിനുശേഷം ഞാൻ ഫ്രഷായി, അതായത് നമ്മുടെ ഹെയർ ഒക്കെ വാഷ് ചെയ്തു. അതാകുമ്പോൾ നാളെ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് മെയിലായിട്ട് ഇറങ്ങിയാൽ മതി. ആൻഡ് ഇനി നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ബാക്കിയുണ്ട്. അതായത് നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യണം, എല്ലായിടത്തും ഒന്ന് തുടയ്ക്കണം, നമ്മുടെ അടുക്കള ഫൈനലായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഡിന്നർ പരിപാടി ഇനിയും ബാക്കിയുണ്ട്. ആൻഡ് നമ്മൾ തിരിച്ച് വന്നിട്ട് യൂസ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അതൊന്നും കൂടെ റീസെറ്റ് ചെയ്ത് വെക്കണം. ആൻഡ് ദെൻ ഫൈനൽ നമ്മുടെ പെട്ടിയിടകത്ത് നമ്മുടെ ഹെയർ വാഷും അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെച്ച് ഫൈനൽ റാപ്പിംഗ് ഒക്കെ ചെയ്ത് കിടന്നുറങ്ങാം. എന്നിട്ട് രാവിലെ എല്ലാ സാധനങ്ങളും എടുത്ത് തിരിച്ചു പോകണം. സോ നമുക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ ഫ്രിഡ്ജിൽ ഇനി വെറും രാത്രിയിലെ ഡിന്നറിനുള്ള സാധനങ്ങളും പിന്നെ നാളെ കൊണ്ടുവരാനുള്ള ഫ്രൂട്ട്സും ഉള്ളൂ. സോ നമുക്ക് ഈ റാക്കൊക്കെ ഒന്ന് കഴുകി വെക്കണം. ആൻഡ് ഇപ്പോഴത്തെ നമ്മുടെ വെറും പാൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ളൂ. സോ നമുക്കിതങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം. സോ നമ്മുടെ ഈ ഒരു ഷെൽഫ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മുടെ തിരിച്ചൊന്നിട്ട് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളും പിന്നെ ഇത് നാളെ ഇതിരിക്കുട്ടിന് കൊണ്ടുവരാനുള്ള സ്നാക്സ്, അവൻ്റെ പാൽപ്പൊടി, ട്രാവൽ പൗച്ചായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന സാധനമാണ്. ഇതിൽ ഞാൻ റീഫിൽ ചെയ്യണം നമുക്ക്. പിന്നെ ഇതൊക്കെ നാളെ ഇതിരിക്കുട്ടിനെ ഇറങ്ങുന്നതിന് മുന്നേ എടുക്കാനുള്ള സ്നാക്സും അവൻ്റെ പാൽപ്പൊടിയൊക്കെയാണ്. സോ ഇത് നമ്മുടെ സെറ്റായി. അകത്തും ഞാൻ ഇനി ഫൈനലൊരു ക്ലിപ്പിംഗ് ചെയ്യണം. രാത്രി ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ അരിയും ആട്ടയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് എന്തുണ്ട് ബാക്കി ഫ്രൂട്ട്സ് നാളെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ആൻഡ് വേറെ എന്തുണ്ട് ഫ്രിഡ്ജ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അത് പെൻഡിങ്ങിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. നമുക്ക് അപ്പോഴത്തേക്ക് ആദ്യം ഒരു ചായ കുടിക്കാം. ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാൻ സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്യുന്നുള്ളൂ, മെസ്സിയാണ് അവിടെ കുറച്ച്. എനിക്ക് പോയി നമ്മുടെ ലാസ്റ്റ് ഒരു സെറ്റ് വേസ്റ്റ് ഉണ്ട് കളയാൻ വേണ്ടി പോകുന്നുണ്ട്. ബാക്കി നമുക്ക് നാളെ രാവിലെ ഇറങ്ങുന്നതിന് മുന്നേ കളഞ്ഞാൽ മതി. പുറത്ത് ഇരുട്ടാണ്, പ്രത്യേകിച്ചൊന്നും കാണിച്ചു തരാനില്ല. സ്നോ ഒക്കെ അന്ന് വീട് തന്നെയാണ്, അതിനുശേഷം ഒരു സ്നോ ഇല്ല. സോ നമ്മൾ ഷെൽഫ് ക്ലീൻ ചെയ്തു, വേസ്റ്റ് കളഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ അകത്ത് നമുക്കിനി സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. നമുക്ക് രണ്ടെണ്ണം എടുക്കാം. ഒരാളിവിടെ ഓർക്കൊക്കെ എണീച്ച് സൈക്കിളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഇതിരി കേട്ടാ, വീഴും പൊക്ക മറ്റേ ഇവിടെ ക്ലീൻ ചെയ്യട്ടെ. ബൈ ബൈ. നമ്മളങ്ങനെ കിച്ചണിൻ്റെ ഈ ഒരു കൗണ്ടർ ക്ലീൻ ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്യണം. അതിനാദ്യം ഞാൻ ജസ്റ്റ് ഒരു ഇത് വെച്ചിട്ട് മോപ്പ് ചെയ്തതിന് ശേഷം എന്താ പറയുന്ന ഒരു ക്രീം പോലത്തെ ഒരു സാധനം യൂസ് ചെയ്യും. സോ ഈ ഒരു ഹാർഡ് സ്റ്റെയിൻസ് ഒക്കെ പോകാൻ വേണ്ടി അടിപൊളി സാധനമാണിത്. ഇതിനെക്കൊട്ടെ എന്താ ചെയ്യുന്നത്? ഇതിരു ആ ഒരു ട്രേഡകത്ത് എന്താണ് ഇമേജ് എന്ന് നോക്കാണ്. ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അങ്ങ് സ്ക്രബ് ചെയ്തെടുക്കാം. അവിടെ നല്ലൊരു വെറ്റ് തുണി വെച്ചിട്ട് ഞാനങ്ങ് കുറച്ചെടുക്കും. അപ്പോൾ ക്ലീൻ. എടാ ഗ്രില്ലിങ് താ, അവൻ അവിടെ എൻ്റെ ആ ഗ്രില്ലൊക്കെ എടുത്തിട്ട് പോയി. നമ്മുടെ സ്റ്റൗ ടോപ്പ് ഫുൾ സെറ്റ്. ഇതിനെക്കൊണ്ട് കഴിയുന്നത് അവൻ ആ ഗ്രില്ല് വേണം. നോ, അത് എടുത്തുകൂടെ മക്കളെ, അതവിടെ ഇരിക്കട്ടെ. ഇനി ആ സിങ്ക് കൂടെ ഒന്ന് കഴുകുക. നമ്മുടെ കിച്ചൻ്റെ അത്യാവശ്യം പരിപാടി തീരും. ഇവൻ ഉറങ്ങിയതിന് ശേഷം നമുക്ക് തുടയ്ക്കാൻ പറ്റും. ഹലോ, ഹായ്. ഇവിടെയൊക്കെ ഫുൾ അവൻ വലിച്ചു വരെ ഇട്ടിട്ടുണ്ട്.
നമ്മുടെ ഫൈനൽ പാക്കിംഗ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് കുറച്ച് ഡ്രസ്സസൊക്കെ എടുത്ത് വയ്ക്കണം. അതോടെ കഴിഞ്ഞാൽ ഇനി നമ്മുടെ പെട്ടി അങ്ങ് റാപ്പ് ചെയ്താൽ മതി. ഹായ് പറഞ്ഞേ. ഇനി ഇതിൽ ഹായ് പറയല്ല. ഹായ്. സോ ഇത് രണ്ട് നമ്മുടെ ഹാൻഡ് ലഗേജിൽ പോകാനുള്ള 2 ബാഗാണ്. ഇനി ഇതിർക്കുട്ടൻ്റെ ഒരു ഡൈപ്പർ ബാഗും കൂടെ ഉണ്ട്. ഇപ്രാവശ്യം നമ്മൾ സ്ട്രോളർ കൊണ്ടുപോകുന്നില്ല. അല്ലാതെ നമുക്ക് ഈ കണ്ണയും ആയിരിക്കുന്ന പെട്ടിയും കൂടെ ഉണ്ട്. അയ്യോ ഇതിന് പേര് പറഞ്ഞല്ലോ. പില്ലോ എടുത്ത് കഴുത്തിൽ വെച്ചിട്ടുണ്ട്. എഗ് പില്ലോ. നമ്മൾ നാളെ പോവാണ്. എതിരോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിസൈഡ് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കാൻ. അതാണ് ഞാൻ ക്യാമറ റെക്കോർഡ് ചെയ്യുമ്പോൾ അവൻ അതും പറഞ്ഞു വരുന്നത്. ഗുഡ് ജോബ്. 28,100. ഓക്കെ. ഇതിരക്കുട്ടന വേ ചെയ്യുന്ന മെഷീൻ വേണം. അങ്ങ് കൊടുത്തോ അവന്. എക്സ്ക്യൂസ് മീ. നമുക്ക് കിടക്കണ്ടേ? ഹലോ. ഈ കാണുന്ന ടവർ എല്ലാം കൂടി നമുക്ക് കഴുകി ഇവിടെ കമിഴ്ത്തി വെച്ചിട്ട് പോയിക്കൊണ്ടെന്ന് ഉറങ്ങാം. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സാധനങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. നല്ല ടയർഡായി. എല്ലാ പണികളും തീർന്ന് നമുക്കിനി പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ ഈ പെട്ടിയും തെറ്റ് നമുക്ക് നേരെ നാട്ടിലോട്ട് പോവാം.